ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനം നടത്തിയതോടുകൂടിയാണ് മഞ്ഞപ്പടയും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയും ഉൾപ്പെടെയുള്ള ആരാധക കൂട്ടായ്മകൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുരോഗതി കൈവരിച്ചു. നമുക്കറിയാം, ബഹിഷ്കരണത്തിന്റെ ഫലമായിക്കൊണ്ട് ടീമിനകത്ത് ചില മാറ്റങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടപ്പിൽ വരുത്തിയിരുന്നു. അതിന്റെ ഫലമായിക്കൊണ്ട് ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ ബ്ലാസ്റ്റേഴ്സ് ആർമി തങ്ങളുടെ ബഹിഷ്കരണ നിലപാടിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവസാനത്തെ മത്സരത്തിൽ തങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രഖ്യാപനമാണ് ബ്ലാസ്റ്റേഴ്സ് ആർമി നടത്തിയിട്ടുള്ളത്. ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് താരങ്ങൾ ഇപ്പോൾ ടീമിനു വേണ്ടി ആത്മാർത്ഥമായി കളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ പിന്തുണക്കാൻ വേണ്ടി അവസാനത്തെ മത്സരത്തിന് വെസ്റ്റ് ഗാലറിയിൽ തങ്ങൾ ഉണ്ടാകും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആർമി പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ സമയവും വോക്കൽ സപ്പോർട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ ബാനറുകളും ഉയർത്തുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആർമി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയുള്ള ആ പ്രതിഷേധം തങ്ങൾ തുടരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് താരങ്ങൾക്കും ടീമിനുമാണ് ഇപ്പോൾ സപ്പോർട്ട് നൽകുന്നത്, അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഒഫീഷ്യലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആർമി പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം 18-ാം തീയതിയാണ്. എതിരാളികൾ ഗോവയാണ്. കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ ഇപ്പോൾ തിരിച്ചെത്തി തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആർമിയും തിരിച്ചെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മഞ്ഞപ്പട തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.